ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശോഭാമ്മയാണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാട്ടാ മകളുടെ കാര്യം ഓർത്ത്. ആ സമയത്ത് അച്ഛൻ വന്നിരുന്ന് അമ്മയെ സമാധാനിപ്പിക്കാം. മക്കളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്ന്, വാശി പിടിച്ചാൽ നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ എന്ന്. അപ്പം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനത് സഹിച്ചേനെ. ഇതിപ്പോൾ ഇന്ദ്രൻ തന്നെ അനിയനെ ഇറക്കിയിരിക്കുന്നത് എത്ര പറഞ്ഞിട്ടും അത് അവൾക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ മാഷെന്നും പറഞ്ഞ ശോഭാമ കരയുന്നേ. അതാ എൻ്റെ സങ്കടമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ബന്ധം അത് ഒരിക്കലും നടക്കുന്നതല്ല, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ നടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷ് ഇങ്ങനെ ഇരുന്ന് ശോഭാമയോട് പറയാം. ചുമ്മാ എടുത്ത് ചാടിയിരുന്ന് രണ്ടുപേരും കൂടെ ആവശ്യമില്ലാതിരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒന്ന് എടുത്ത് ചാടിയതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ നമ്മളുടെ പല്ലവി മോൾ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശോഭാമ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ അവള് നമ്മൾ വിചാരിക്കുന്നത് പോലെ അരുതാത്തൊരു ബന്ധത്തിലല്ല ചെന്ന് ചാടിയിരിക്കുന്നതെന്നും വിശ്വജിത്തുമായിട്ട് അവൾക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊന്നും ഇല്ലെന്നല്ലേ അവൾ പറയുന്നത് എന്ന് മാഷ് ഇങ്ങനെ ശോഭയോട് പറയാം. ചിലപ്പം അവൾ പറയുന്നതാണെങ്കിലോ ശരി, അങ്ങനെ കൂടുന്നില്ലല്ലോ. പിന്നെ വിവാഹം എന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണെന്നും പിന്നെ വേണമെങ്കിൽ നമുക്ക് അവർ ഉപദേശിക്കാം, അത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് അവരല്ലേ തീരുമാനിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ നാട്ടുമ്പുറത്താണ് ഞാൻ ജനിച്ച് വളർന്നത്, പുതിയ പരിഷ്കാരങ്ങളൊന്നും എനിക്ക് പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ശോഭാമ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുക. അങ്ങനെ ശോഭാമ തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ശോഭ, നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് മാഷ. അപ്പോൾ ഒരിക്കലും ഇതിന് സമ്മതിച്ചാൽ മറ്റൊരു ദുരന്തം കൂടി കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല, നീ ശോഭാമ ഇരുന്ന് പറയാം. മാഷ ആകെ ധർമ്മസങ്കടത്തിലായിട്ടിരിക്കുന്നു. പാറു പറയുന്നൊന്നും ഇവരങ്ങോട്ട് മനസ്സുകൊണ്ട് അങ്ങ് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ ആർക്കും ഒരു ദ്രോഹം അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, എന്നിട്ടും എന്താ മാഷെ എനിക്ക് മാത്രം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വരുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പം നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക, എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് മാഷ് ഇങ്ങനെ ശോഭയെ സമാധാനിപ്പിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ദ്രനെയും അതുപോലെ നിഖിലിനെയുമാണ്. രണ്ടെണ്ണങ്ങളുടെ വെള്ളോടി പാർട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. ആദ്യം ഉണ്ടായിരുന്ന താല്പര്യം നിനക്ക് ഇപ്പം ഈ കല്യാണം കഴിക്കുന്നതിലില്ലല്ലോ, അതെന്താടാ? കാരണം അവന്തികയുടെ സ്വഭാവം, അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം അതെ, അത് തന്നെയാണെന്ന് നിഖിൽ പറയാം. അവളും അതെ, അവളുടെ വീട്ടുകാരും അതെ, ഒരു തരത്തിലും പിടിതരുന്നവരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എത്ര സ്ത്രീധനം തരുമെന്ന് പോലും അവരിതുവരെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. ചോദിക്കുമ്പോഴേ ഓരോരോ തൊടുന്യായങ്ങൾ പറഞ്ഞു ഒഴുകി അവരെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തിനാടാ നിനക്ക് സ്ത്രീധനം? എടാ അവളും തന്നെ ഒരു ധനമല്ലേടാ, പിന്നെന്താ? എടാ മാധവ മേനോൻ്റെ സ്വത്തിൻ്റെ ഒരു ഓഹരി അവൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഇന്ദ്രൻ ചോദിക്കുക. അത് പോരേടാ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇന്ദ്ര. ഓഹരി വേണ്ട എന്ന് അവൾ എഴുതി കൊടുക്കില്ലെന്ന് എന്താ ഉറപ്പ് എന്ന് നിഖിൽ ചോദിക്കുക. ഞാൻ അതുകൊണ്ടേ ഒരു റിസ്ക് എടുക്കാനൊന്നും തയ്യാറല്ല എന്ന് നിഖിൽ പറയുക കേട്ടോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് പറയുമ്പോൾ എടാ മണ്ടത്തരം പറയാതാടാ നിഖിലേ, നീ എന്ത് ഈ പറയുന്നേ? സ്വർണ്ണമുട്ട ഇടുന്ന താറാവ അവള്, എൻ്റെ പൊന്നെ, അവളെ കൊല്ലുകയല്ല വേണ്ടത്, വളർത്തുകയാണ് വേണ്ടത്. എന്ത് വില കൊടുത്തും നീ ഈ കല്യാണം നടത്തിയെടുക്കുകയാണ് വേണ്ടത്. കല്യാണം കഴിയുമ്പോൾ നീ നിന്റെ ഡിമാൻഡ് അങ്ങ് കയറി അവതരിപ്പിക്കണം. അപ്പോൾ അവരത് കേട്ടില്ലെങ്കിലോ? എടാ അപ്പം നിനക്ക് ഡിവോഴ്സ് ചെയ്യാവല്ലോ. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇന്ദ്ര. കേസ്, കോടതി, അവളെ സഹായിക്കാൻ നല്ല വക്കീലുമാരും ഒക്കെ വരും. പോരാത്തതിനെ ആ സേതുമാധവൻ എന്ന് പറയുന്നവനും ഉണ്ട് അവിടെ. പെടാൻ പോകുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് എനിക്കിതിനൊന്നും പറ്റത്തില്ല എന്ന് നിഖിൽ പറയൂ കേട്ടോ. എടാ എന്ന് ഞാൻ നിന്നോട് വേറൊരു ഐഡിയ പറയട്ടെ. നിനക്ക് വേണ്ടത് കാശല്ലേ? അപ്പോൾ അതെനിക്ക് വേണ്ടത്. നീ ചോദിക്കുന്ന പണം ഞാൻ നിനക്ക് തരും എന്ന് പറയാം. പക്ഷെ നീ അവളെ വിവാഹം കഴിക്കണം. അവളെ ഞാൻ കെട്ടുന്നതിന് നീ എന്തിനാടാ എനിക്ക് പണം തരുന്നേ എന്ന് നിഖിൽ ചോദിച്ചപ്പം ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കടാ. എടാ 100 രൂപ മുടക്കിയാലേ മിനിമം ഒരു 100 കാര്യങ്ങളെങ്കിലും നടത്താനുള്ള ഒരു ഇത് ഞാൻ കാണിക്കാറുണ്ട്. ഒരു 110 നമുക്ക് തിരിച്ച് കിട്ടണം. അതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. അങ്ങനെയുള്ള ഞാൻ അവൾക്ക് വേണ്ടി കാശ് മുടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതുണ്ടായിട്ടാകുമെന്ന് നിനക്ക് ഊഹിച്ചുകൂടേടാന്ന് നിഖിലിനോട് ഈ ഇന്ദ്രൻ പറയുക. ഞാനൊരു പ്ലാൻ അങ്ങ് പറയാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് നമുക്കൊരു ധാരണയിൽ മുന്നോട്ട് പോകാം എന്ന് ഇന്ദ്രൻ പറയുമ്പം നീ കാര്യം പറയാൻ പറഞ്ഞു കൂട്ടുകാരൻ. അപ്പോഴേക്കും ഇവൻ്റെ ചെവി കടിച്ച് പറിക്കുന്ന രീതിയിൽ ഇന്ദ്രൻ ഇതൊക്കെ പറയാം. ഇതൊക്കെ കേട്ട് ഇനിയിപ്പം ഇവൻ ഡബിൾ ഓക്കെ പറഞ്ഞു ഈ നിഖിൽ. നിനക്കെന്താ ഓക്കെ അല്ലേന്ന് ചോദിച്ചപ്പം ഓക്കെ, ട്രിപ്പിൾ ഓക്കെ. അപ്പോൾ പിന്നെ ചിയേഴ്സ് എന്ന് പറഞ്ഞ് രണ്ടെണ്ണങ്ങളുടെ വെള്ളോടിയും പാർട്ടിയൊക്കെ ആയിട്ട് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു. അതിനുശേഷം രണ്ടുപേരും പിരിഞ്ഞു. പക്ഷേ ഈ സംഭവം ഈശ്വരനായിട്ട് നമ്മുടെ ഹരിയെ കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഹരി ഇത് കണ്ടു. ഹരി ഓട്ടോയിൽ വരുമായിരുന്നു. ഹരി എന്നിട്ട് വണ്ടി നിർത്തി അതവിടെ വെച്ച് കാണുക. അതങ്ങനെ കണ്ടിട്ട് എന്താ നമ്മുടെ ഹരി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നിഖിൽ മണിയറയിൽ ഇരിക്കുന്നു. അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് നമ്മുടെ
അച്ചു മണിയറയിലേക്ക് കയറി വരുന്നു. പാലൊക്കെ കൊടുത്ത് നിഖിലിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ അച്ചുവിനോട് പാല് കുടിക്കാൻ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആദ്യം നിഖിലിനോട് കുടിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ അച്ചു നിഖിലും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്താരോ വരുന്ന ശബ്ദം കേട്ടു. അപ്പോഴേക്കും നിഖിൽ പുറത്തേക്ക് ഇറങ്ങി ആരാണെന്ന് അറിയാൻ പുറത്തേക്ക് ഇറങ്ങിയ നിഖിലിനെ തേടി വന്ന് നിൽക്കുന്നത് ആരാ? നമ്മുടെ ഇന്ദ്രാപ്പി. ഇന്ദ്രൻ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റിൽ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. പിന്നെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ തുക നിഖിലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതിനുശേഷം കൈ കൊടുത്ത് ഇവന്മാർ തമ്മിൽ പിരിയുന്നു. പിന്നെ മണിയറയിലേക്ക് കയറി ചെല്ലുന്നത് ഇന്ദ്രനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അച്ചു ഞെട്ടി ഇങ്ങനെ നിൽക്കുക. ഇന്ദ്രൻ അങ്ങനെ അച്ചുവിൻ്റെ അടുത്തേക്ക് കയറി ചെന്നു. അച്ചു ഇങ്ങനെ നോക്കുക കേട്ടോ, ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാകാതെ. അങ്ങനെ ആകെ പേടിച്ച് വരച്ച് നമ്മുടെ അച്ചു ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പാലെടുത്ത് ഇന്ദ്രൻ അങ്ങ് കുടിച്ചിട്ട് ഒരുമാതിരി വൃത്തികെട്ട് ഇതൊക്കെ കാണിക്കുവാണേ. എന്നിട്ട് അച്ചുവിൻ്റെ അടുത്തേക്ക് ഇവൻ വളരെ മോശമായിട്ട് ചെല്ലുമോ, നിൻ്റെ ഭർത്താവ് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കട്ടിലയിലേക്കൊക്കെ അങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ അച്ചുവിനെ പിടിച്ച് ഇവൻ വലിക്കാനൊക്കെ നോക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സേതു ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. സേതുവിൻ്റെ സ്വപ്നമായിരുന്നു അത്. സേതു ഇതെല്ലാം സ്വപ്നത്തിൽ കണ്ടിട്ട് സേതു ഇങ്ങനെ ചാടി എഴുന്നേറ്റ് ചുറ്റിനും നോക്കുക. ടെൻഷനായി, ഭയങ്കര ടെൻഷനായി സേതുവിന്. പിന്നെ കുറേ വെള്ളം എടുത്ത് കുടിച്ചു. സേതു എന്നിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ ഹരിയെ വിളിക്കുക കേട്ടോ. അപ്പോൾ വിളിച്ചു, എന്താ സേതു ഏട്ടാന്ന് ചോദിച്ചേ. അപ്പോൾ എടാ ഞാനൊരു സ്വപ്നം കണ്ടടാ. നീ കണ്ടു എന്ന് പറഞ്ഞില്ലേ ആ ഇന്ദ്രനെയും നിഖിലിനെയും ഒരുമിച്ച്? എടാ അത് അവർ തന്നെയാണെന്ന് ഉറപ്പല്ലേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അവർ തന്നെ ആകാനാ സേതുവേട്ടാ ചാൻസ്. അതെ അല്ല അവരെ തന്നെയാണ് ഞാൻ കണ്ടത്. എന്താ സേതുവേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എടാ അങ്ങനെയാണെങ്കിലേ എടാ ഈ കല്യാണം ഇത് നടക്കാൻ പാടില്ലടാ, അച്ചുവിൻ്റെ ജീവൻ ആപത്തിലാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ ഹരിയോട് പറയാം. സേതുവേട്ടൻ തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ, ഞാനൊന്ന് അന്വേഷിക്കാം രഹസ്യമായിട്ട്. സേതുവേട്ടൻ വിഷമിക്കണ്ട, നിഖിലും ഇന്ദ്രനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ മാത്രം നമുക്ക് ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. എടാ അത്ര നല്ല സ്വപ്നമൊന്നും അല്ലടാ ഞാൻ കണ്ടത്, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹരിയും ആകെ വല്ലാതായി. സേതുവേട്ടൻ ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ സേതുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സേതു എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ പല്ലവി ഉറങ്ങിയില്ലായിരുന്നു. പല്ലവി അന്നേരം സേതുവിനെ കണ്ട് അങ്ങ് എഴുന്നേറ്റ് ചെന്നു. സേതുവേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്നും ചോദിച്ചേ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. കിടന്നിട്ടേ എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി ചെന്ന് സേതുവേട്ടൻ്റെ അടുത്തേക്ക് ഇരുന്നു. എന്താ സേതുവേട്ടൻ്റെ വിഷമം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പല്ലവിക്ക് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ അടുപ്പമുള്ളത് അച്ചുവിനോടല്ലേ എന്ന് ചോദിച്ചപ്പം എന്തിനാ സേതുവേട്ടൻ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു പല്ലവി. അത് പിന്നെ കാര്യമുണ്ട് പല്ലവി. അതെ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് നമ്മുടെ സേതു പറയുക കേട്ടോ. ഈ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കേണ്ട കാര്യമാണല്ലോ എന്നും ഒരുപാട് കൂട്ടിയും കീഴ്ച്ചും ഒക്കെ വേണം നമ്മളത് നടത്താനെന്നൊക്കെ പറയുമ്പോൾ എന്തോ പ്രശ്നമാണല്ലോ. എന്താ സേതുവേട്ടാ എന്താണെങ്കിലും പറ. അത് കേട്ട് സേതു ഇങ്ങനെ പല്ലവിയോട് കാര്യങ്ങളൊക്കെ പറയും കേട്ടോ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ സ്ത്രീധനം ചോദിക്കരുതെന്ന് ഞങ്ങൾ 3 പേരും ഒരേ സ്വരത്തിൽ അവരോട് പറഞ്ഞിട്ടുണ്ട് സേതുവേട്ടാ. പക്ഷേ അങ്കിൾ ഇനിയും ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചോദിച്ചറിഞ്ഞാലേ മൂപ്പർക്ക് സമാധാനം ആവുകയുള്ളൂ എന്നും പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അച്ചു അങ്ങ് ഇറങ്ങി വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടു. ഓഹോ അത് ശരി, രണ്ടുപേരും ഉറങ്ങാതിരുന്ന് എന്തിയേ ഇവിടെ എന്ന് അച്ചു ചോദിച്ചു കേട്ടോ. അപ്പോൾ നീ എന്താ കിടക്കാത്ത എന്ന് ചോദിച്ചു സേതു അച്ചുവിനോട്. അപ്പോൾ എൻ്റെ ദിവസം അടുത്ത് വരും അല്ലേ ഏട്ടാ എന്ന് അച്ചു ഇങ്ങനെ സേതുവിനോട് പറയാം. ദിവസം അടുത്ത് വരുമെന്നോ? ആ അതെ, കല്യാണ ദിവസം. അതാ ഞാൻ ഉദ്ദേശിച്ചേ. പെൺകുട്ടികൾക്ക് 2 ബർത്ത്ഡേ ആണല്ലോ, ഒന്ന് ശരിക്കും ജനിച്ച ദിവസം, 2 കല്യാണ ദിവസം. അതിൻ്റെ ഒരു ആദി എന്തായാലും കാണാതിരിക്കുമോ എന്ന് അച്ചു ഇങ്ങനെ ചോദിക്കുക. ഇതുവരെ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ച് നടണ്ടേ എന്ന് ചോദിച്ചു. മനസ്സും ശരീരവും ഒക്കെ. അപ്പോൾ അതിൻ്റേതായ പ്രിപ്പറേഷനൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ പേടി ഉണ്ടോ അച്ചുവിനെന്ന് അച്ചുവിനോട് പല്ലവി ചോദിച്ചപ്പോൾ പേടിയാണോ എന്താ എനിക്കറിയില്ല ഏട്ടാ. കല്യാണം ആർഭാടമായിട്ടൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഒരുപാട് പേരെ ക്ഷണിക്കുകയും വേണ്ട. എത്ര ലളിതമാക്കാൻ പറ്റുമോ അത്രയും ലളിതമാക്കണം എന്നും പറഞ്ഞ് പറയുക. ഏതെങ്കിലും അനാഥാലയത്തിൽ അന്നത്തെ ഉച്ചയൂണ് നമ്മുടെ വകയായിരിക്കണമെന്നൊക്കെ നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് ഒത്തിരി സന്തോഷമായി. മാധവമേനോൻ്റെ മകളായതുകൊണ്ട് പകിട്ടും പത്രാസും ഒട്ടും കുറയരുതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്നേ ഞാൻ പറയൂ എന്ന് നമ്മുടെ അച്ചു പറയൂ കേട്ടോ. പകിട്ടിലും പത്രാസിലും ഒന്നും അല്ല, അതിന് ശേഷമുള്ള ജീവിതത്തിന് കല്യാണത്തിൻ്റെ ഭംഗിയിരിക്കുന്നതെന്നൊക്കെ പറയൂ കേട്ടോ നമ്മുടെ അച്ചു. അതാരും മനസ്സിലാക്കാറുമില്ല എന്ന് പറഞ്ഞു. നമുക്കൊരിക്കലും ആ തെറ്റ് പറ്റരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ചു ഇങ്ങനെ പറയുക. പിന്നെ നിങ്ങൾ ഇനി സംസാരിച്ചോളാൻ പറഞ്ഞ് നമ്മുടെ അച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അച്ചു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അച്ചുവിനെ പറ്റി ഇവരിങ്ങനെ പറയുക കേട്ടോ. അച്ചു നല്ല ആളാണെന്നും നല്ലൊരു കുട്ടിയാണെന്നും പറഞ്ഞു. അപ്പോൾ സേതുവേട്ടൻ്റെ അനിയത്തിയല്ലേ, പക്വത ഇല്ലാതിരിക്കുമോ അച്ചുവിന് എന്നും ചോദിച്ച് നമ്മുടെ പല്ലവി അന്നേരത്തേക്കും സേതുവിനോട് പറഞ്ഞു. കല്യാണം കഴിയുന്നത് വരെ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാകില്ല എന്ന് സേതു ഇങ്ങനെ പല്ലവിയോട് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാലും ചെറുക്കനും പെണ്ണും നന്നായിട്ട് ജീവിക്കണം എന്നറിയുന്നത് വരെ ഉള്ളിലൊരു ഞെരുപ്പോട് ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ സേതു ഇങ്ങനെ പറയാം കേട്ടോ. ആ തീ അണയണമെങ്കിലേ
എല്ലാം ഭംഗിയാകണമെന്നൊക്കെ സേതു പറഞ്ഞപ്പോൾ ഭംഗിയാകും സേതുവേട്ടൻ ഇങ്ങനെ എന്തിനാ വിഷമിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരോട് സംസാരിച്ചു. അതിന് ശേഷവും സേതു ഇരുന്ന ആലോചനയിൽ ഈ കണ്ട സ്വപ്നത്തെ പറ്റി പിന്നെ ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഹരി ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരിത് കൊണ്ടാണ്. എന്തായാലും പറഞ്ഞ് അവരങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂർണിമ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണേ. പൂർണിമ അമ്പലത്തിൽ പോയി വീട്ടിലേക്ക് വരുന്നു. അപ്പോഴേക്കും പൂർണിമയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നതും പ്രതാപൻ്റെ ഏട്ടത്തിൽ നിന്ന് അമ്പലത്തിൽ വന്നായിരുന്നോ എന്ന് ചോദിച്ചു. പോവാ വന്നായിരുന്നു. എന്നാൽ പിന്നെ എന്നെ ഒന്ന് അറിയിക്കാറുന്നില്ലേ ചേച്ചി, നമുക്ക് കാണാമായിരുന്നല്ലോ എന്ന് ഈ പ്രതാപൻ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കല്യാണമൊക്കെ ഇങ്ങ് അടുത്തല്ലോ, ഇപ്പോഴും ഏതാ എങ്ങനെ എന്നൊന്നും പൂർണ്ണമായുമുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാം ചെയ്തു നോക്കുന്നുണ്ടല്ലോ, അവനത് ഭംഗിയായിട്ട് ചെയ്തോളൂ എന്നാണ് പൂർണിമ പറഞ്ഞത്. അതാ എൻ്റെ പേടിയെന്നും പറഞ്ഞിട്ട് നിൽക്കുക നമ്മുടെ പ്രതാപൻ. എൻ്റെ പൊന്നി ചേച്ചി അവൻ വേണ്ട പോലെയൊക്കെ ചെയ്യുമോ, നമ്മൾ വല്ല അറിയാവോ? മാധവമേനോടെ നിലയ്ക്കും വിലയ്ക്കും ഒത്തിട്ട് വേണമല്ലോ നമ്മൾ ഈ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയും മക്കളും രണ്ടാം കുടിയിലാണെന്നുള്ള കാര്യം പ്രതാപം പറഞ്ഞു കൊടുക്കുക. ആ ഒരു മാനസികാവസ്ഥ വെച്ച സേതുവെങ്ങാനും പെരുമാറിയാലേ എല്ലാം കുഴയും. അപ്പോൾ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പൂർണിമ അന്നേരം പറഞ്ഞു. ചേച്ചി അച്ചു ഒരു പാവമാണ്, അതുകൊണ്ട് ഇപ്പം എന്താ പ്രതാപ? അല്ല, കല്യാണം വേണ്ട പോലെ ഭംഗിയായില്ലെങ്കിലേ കുത്തുവാക്കുകൾ മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് അച്ചു ആയിരിക്കല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ ചിരിക്കുക. മൃദുവാണെങ്കിൽ പിന്നെ അതൊന്നും വേണ്ടി വരില്ല. സ്വാതിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അച്ചു പക്ഷേ ചെറിയ കാര്യങ്ങൾ പോലും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളല്ലേന്ന് ചോദിച്ചു. അപ്പം കുത്തുവാക്കുകൾ ഉണ്ടാകും അല്ല പ്രതാപ എന്ന് പൂർണിമ ചോദിച്ചു കേട്ടോ. അയ്യോ എന്നല്ലാട്ടെ ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത്, പലരും പലതരം ആൾക്കാരൊക്കെ ആണല്ലോ. അത് കേട്ടപ്പോൾ പ്രതാപ ഞാനിപ്പോൾ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ആരാണെന്നറിയാവോ? സേതുവാണെന്ന കാര്യം നമ്മുടെ പൂർണിമ പറഞ്ഞു. അറിയാതെ വായിൽ നിന്നും പൂർണിമയോട് ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു പോയി ഈ പ്രതാപൻ. പ്രതാപൻ്റെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളെല്ലാം. കിടന്ന് ഉരുണ്ടിട്ടും മറിഞ്ഞിട്ടൊന്നും ഏക്കണില്ല. കുഴഞ്ഞു വീണ എന്നെ കോരിയെടുത്ത അവൻ ആശുപത്രിയിൽ എത്തിച്ചത്. അന്ന് അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഭൂലോകത്തുണ്ടാകുമായിരുന്നില്ല എന്നും പൂർണിമ പ്രതാപനോട് പറയണു. അതുകൊണ്ട് അവനെ വിശ്വസിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ കല്യാണം നടക്കുമെന്നും നമ്മുടെ പൂർണിമ പറയുവാണേ. നന്നായിട്ട് നടന്നാലും കുറച്ച് മോശമായിട്ട് നടന്നാലും ഞാനതങ്ങ് സഹിച്ചു എന്ന് നമ്മുടെ പൂർണിമ പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കല്യാണമായി എന്ന് നീ ഓർമ്മിപ്പിക്കുന്നതൊക്കെ എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ചുവിന് ഞങ്ങൾ എന്തു കൊടുക്കും എന്ന് നിനക്കൊന്ന് അറിയണം അല്ലേ? അത് തൽക്കാലം എന്തായാലും പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് നമ്മുടെ പൂർണിമ പ്രതാപനോട് പറഞ്ഞപ്പോൾ ചൂളിപ്പോയി. അവൾക്ക് എന്താണോ അർഹതപ്പെട്ടത് അത് കിട്ടിയിരിക്കും എന്നും പൂർണിമിത്ര പറഞ്ഞു. അതിനൊരു പണത്തൂക്കം പോലും കുറയില്ല എന്നും പറഞ്ഞു. അയ്യോ ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചേച്ചി അങ്ങനെയൊന്നും വിചാരിക്കില്ലേ, നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. എൻ്റെ അനിയനാണല്ലോ നീ. എനിക്കറിയാം നിന്നെ എനിക്കറിയാവുന്നിടത്തോളം ആർക്കാടാ അറിയാവുന്നേ. ഇനി ഇതും പറഞ്ഞ് നീ ഇങ്ങോട്ട് വിളിക്കണമെന്നേ ഇല്ല. എൻ്റെ വീട്ടിലെ നാഥൻ സേതുവാ, എൻ്റെ മകൻ സേതു എന്നും പറഞ്ഞു പ്രതാപനെ അങ്ങ് പൊളിച്ചടിക്കില്ലേ പൂർണിമ. അവനാണ് കല്യാണം നടത്താൻ പോകുന്നത്, അവൻ നടത്തും, അവനെ നടത്തൂ എന്നും പറഞ്ഞു പൂർണിമ പ്രതാപനെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ അതും പറഞ്ഞ് പൂർണ്ണിമ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ അടാർ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. നമ്മുടെ അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.